ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രതികരിക്കാത്ത ഭർത്താക്കന്മാർ എന്നുള്ളതാണ്. പ്രതികരിക്കാത്ത ഭർത്താക്കന്മാർ എന്ന് പറയുമ്പോൾ നമ്മളെ ഭർത്താവിൻ്റെ വീട്ടിൽ പല കാര്യങ്ങളും കേട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഭർത്താക്കന്മാരോട് എനിക്കൊന്ന് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും പറയണ പോലെ തന്നെ നമ്മൾ ഈ ഭാര്യ എന്ന് പറയുന്ന കുട്ടി ഇവരുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ് കേട്ടോ. നമ്മൾ കല്യാണം കഴിക്കണമെങ്കിൽ വലിയ ദൂരത്തേക്കൊന്നും പോയി കല്യാണം കഴിക്കരുത്. വലിയ ജോലിയോ കാര്യങ്ങളോ ഉള്ള ആൾക്കാരൊന്നും നോക്കി കല്യാണം കഴിക്കരുത്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഒരു 3 കിലോമീറ്ററോ 2 കിലോമീറ്ററോ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെ നമ്മൾ നോക്കി കല്യാണം കഴിക്കുന്നത്. അതാണ് ഏറ്റവും ബെറ്റർ അതാണ്. കാരണം നമ്മളെ അറിയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുടെ ഉള്ളിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. വലിയ കാര്യം വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. അതായിരിക്കും ബെറ്റർ. നമ്മുടെ ജീവിതത്തിലെ കുറച്ചും കൂടെ നല്ല രീതിയിൽ പോകുന്നത് ഇനി നല്ലതായിരിക്കും. നമ്മുടെ ഭർത്താവ് മാത്രം നമ്മൾ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മളെ വീട്ടുകാരും നമ്മളെ ചുറ്റിലും നിൽക്കുന്നവരും കൂടി നമ്മളെ അറിയുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്തായിരിക്കും നമ്മുടെ ലൈഫ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം പ്രതികരിക്കാത്ത ഭർത്താവ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു വീട്ടിലൊരു ഇഷ്യൂ നടക്കുമ്പോൾ അമ്മായിമ്മയും മരുമകളും തമ്മിലാണ് കൂടുതൽ നടക്കുക. ആ നടക്കുന്ന സമയത്ത് ഭർത്താവ് വളരെ നിസ്സംഗനായിട്ട് അത് അവർ തമ്മിലായിക്കോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതെ മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലെ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞിട്ട് രണ്ടാളുടെ പക്ഷത്തും നിൽക്കാതെ മാറുമ്പോൾ ആ പ്രശ്നം അവിടെ സോൾവ് ആവില്ല. അപ്പം ഇതിൻ്റെ ഒരു വശമുണ്ട് ഞാൻ പറയുന്നത്. പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിഞ്ഞിരിക്കും. അതിലെ തീ കെടുത്താനായിട്ട് ചിലപ്പോൾ ഭർത്താവിൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ, അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് സാരമില്ല പോട്ടെ നീ ക്ഷമിക്ക്, എന്നെ കരുതി നീ ക്ഷമിക്ക് എന്ന് ഒരു വാക്ക് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാര്യയ്ക്ക് സ്വർഗ്ഗമായിരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു വാക്ക് പോലും പറയാത്ത ഭർത്താക്കന്മാരുണ്ട്. ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എടി സാരമില്ല പോട്ടെ, ഞാനില്ലേ, അല്ലെങ്കിൽ എന്നെ നീ ഓർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീരും ഭാര്യമാരുടെ വിഷമം. അത്രയെങ്കിലും നിങ്ങൾ ബെഡ്റൂമിലെങ്കിലും പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സോൾവ് ആവും. അപ്പം ഞാനിത് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണല്ലോ എന്ന് പറയാം. അങ്ങനെ ഇല്ലാത്ത ആണുങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയാം. അങ്ങനെ ഇല്ലാത്തവരൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ ഈ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീക്ക് മജ്ജയും മാംസവും മനസ്സും ഉള്ളൊരു സ്ത്രീയാണെന്ന് പോലും ചിന്തിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതൊരു റൊട്ടീനാണ് ജീവിതത്തിന്. അവരങ്ങനെ ഒരു മെഷീൻ എന്നുള്ള രീതിയിൽ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, മെഷീനല്ല, മനുഷ്യനാണ്. അപ്പം ഇവർ ഇപ്പോൾ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഭാര്യയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും അവൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഭർത്താവിൻ്റെ അമ്മനെയും ചേട്ടനെയും ഒക്കെ പേടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അന്നാ നമ്മളെടുത്ത് കൊണ്ട് പറയുക, എടി എനിക്ക് പേടിയായിട്ടാണ് അവരോട് സംസാരിക്കാൻ, എനിക്ക് പേടിയായിട്ടാണെന്ന് പറയുകയില്ല, ഒന്നും മിണ്ടില്ല. അങ്ങനെ മിണ്ടാതെ നിൽക്കും. അപ്പം ചോദിക്കും ദീപര അനുഭവമാണെന്ന്. കുറച്ചൊക്കെ എനിക്കും അനുഭവമുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയണില്ല. ഇപ്പോഴും ഞാൻ ചിലപ്പോഴും രാജീവിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അമ്മ മരിച്ചുപോയി, ചേട്ടനൊന്നും ഇവിടെ ഇല്ല, അവർ കോഴിക്കോടാണ്, ഇനി ആരെയാണ് പേടിക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് ചോദിക്കും. ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉള്ളിൽ ആ ഭയം ഇടയ്ക്ക് വരും. കല്യാണം കഴിഞ്ഞ അവസരത്തിലാണെങ്കിലുള്ള ആ ഒരു ഭയം ഉണ്ട് ആളുടെ ഉള്ളിൽ. ഇപ്പോഴും ആ ഭയം വരുന്നുണ്ട്, എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് അവർ എന്താ പറയുക, അത് പോട്ടെ, ഉണ്ട്, ഇല്ല എന്ന് പറയണില്ല. അത് ഞാൻ പിന്നെ അതിനൊക്കെ മറികടന്ന് വന്ന് ഞാൻ ഭയങ്കര ടോർച്ചറിങ്ങിൻ്റെ പേരിൽ ഡിപ്രഷനിലേക്ക് വരെ പോയി. എലൈറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ കൗൺസിലിംഗ് വരെ എടുത്ത അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാൻ ഇത്രയും ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞാനിങ്ങനെ ഇവിടെ വന്നിരിക്കുമ്പോൾ അത് എനിക്ക് എൻ്റെ കൊടുങ്ങല്ലൂരമ്മ തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം കൊടുങ്ങല്ലൂരമ്മയുടെ മോളായിട്ട് കൊടുങ്ങല്ലൂർ ജനിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലത്ത് എനിക്കിവിടെ അങ്ങനെ അല്ലാന്നല്ല കേട്ടോ പറഞ്ഞത്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രതികരിക്കണില്ല എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ചേട്ടനനുജന്മാരായിട്ട് ജീവിക്കുന്ന വീട്ടിലായാലും ഒരു അനിയൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പണ്ട് നിങ്ങൾ ചേട്ടനനിയനും തമ്മിൽ അടികൂടും, തെറി വിളിക്കും, പലതും പറയും. പക്ഷെ ആ ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് തെറി വിളിക്കുക, ചീത്ത പറയുക ചെയ്യുമ്പോൾ ആ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ടുള്ളിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവൾ എന്ത് ബുദ്ധിമുട്ടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ ഞാൻ പറയണത്.
അവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭർത്താക്കന്മാരോട് പറയുമ്പോൾ അവരെന്താ പറയുക, സാരമില്ല, എൻ്റെ ആൾക്കാരല്ലേ, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനല്ലേ, എൻ്റെ അനിയനല്ലേ, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷേ ഞാനൊരു കാര്യം ഉണ്ടിട്ട്, എൻ്റെ വീട്ടുകാർ എൻ്റെ ഹസ്ബൻഡിനെ എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചാടി വീഴും. ഞാൻ സമ്മതിക്കില്ല. ഞാനെൻ്റെ എൻ്റെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ 2 വർഷത്തോളം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുക മിണ്ടാതെ വരാൻ ചെയ്തിട്ട് ഞാൻ സമ്മതിക്കില്ല. എനിക്കിഷ്ടമല്ല അത്. പക്ഷെ അത് ഒരുവിധം പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണ്. ഭർത്താക്കന്മാരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, മക്കളാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് സഹിക്കില്ല. പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക ആൾക്കാരുടെ കാര്യങ്ങൾ അങ്ങനെ തന്നെ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയോട് രഹസ്യമായിട്ട് അവൾ അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുതെന്നൊക്കെ പറയുന്ന ആളാണ്. ഇത് ഞാൻ അറിയുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ഭാര്യനെ പറ്റിയിട്ട് നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ അമ്മായിയോട് പറയുമ്പോൾ, ചീത്ത പറയണത് ഭാര്യ കേൾക്കുന്നുണ്ടെങ്കിൽ, മോശം പറയുമ്പോൾ ഭാര്യനെ മോശം പറയുമ്പോൾ അമ്മായിമ്മയുടെ കൂടെ നിന്ന് മോശം പറയുന്നുണ്ടെങ്കിൽ, ഭാര്യനെ പറ്റി നല്ലത് അമ്മായിമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ അടുത്ത് പറയുമ്പോൾ അത് ഭാര്യ കേൾക്കണം. എങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്കൊരു സൗകര്യവും തരില്ല. അപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. പ്രതികരിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകണം നിങ്ങളുടെ ജീവിതമാണ്. ഈ ഭാര്യയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള നനുനനത്തെ സ്നേഹം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ആ നനുനനപ്പ് അങ്ങോട്ട് പോയി എൻ്റെ കരിങ്കല്ല് പോലത്തെ ഒരു സ്നേഹം അവിടെ വരും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കരിങ്കല്ല് വരുമ്പോൾ എന്താണെന്നറിയോ ബുദ്ധിമുട്ട്, നിങ്ങൾ അത് കരിങ്കല്ലായാലും അധികം കുഴപ്പമില്ലാന്ന് പറയും. ആ കരിങ്കല്ല് പോലത്തെ സ്നേഹം വരുമ്പോൾ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹാർഡായിട്ട് ഫീൽ ചെയ്യും. ഹാർഡായിട്ട് ഫീൽ ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളോട് ചിരിച്ചു കാണിക്കും, എൻ്റെ ഭാര്യയിൽ നല്ലത് അവളാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ആ തോന്നലിലേക്ക് പോകും. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞത് ആണുങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, ഓരോ വീടുകളിൽ നടക്കുന്ന സംഭവമാണ്. ഇതിൻ്റെ നേരെ തിരിച്ചുള്ള വേർഷനും ഉണ്ട് കേട്ടോ. തിരിച്ചുള്ള വെർഷൻ ഉണ്ട്, ഇല്ലായില്ല. അതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യും. കാരണം ഭർത്താവിൻ്റെ സ്വത്തും മുതലും എടുത്തിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരെ അമ്മനെ ഒന്നും നോക്കാതെ സ്വന്തം ആങ്ങളമാർക്കും വീട്ടുകാർക്കും വേണ്ടി ചെയ്ത് ഭർത്താവിനെ പെരുവഴിയിലിറക്കിയ ഭാര്യമാരുണ്ട്. അങ്ങനത്തെ കഥകളുണ്ട്. അത് എനിക്കറിയാവുന്ന ഞാൻ ആ കഥയായിട്ട് ഞാൻ പിന്നെ വരാം. ഇന്നത്തെ ഈ കഥയിൽ നല്ലവണ്ണം ഭാര്യമാരെ സ്നേഹിക്കുകയും നോക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാർ തന്നെയാണ് കൂടെ ഉള്ളതെന്ന് എനിക്കറിയാം. പണ്ടത്തെ കുറേ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എങ്കിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. ഓരോ വീടുകളിലെ ഓരോ ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ പോകുമ്പോൾ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. നിവൃത്തികേട് കൊണ്ട് ഭർത്താക്കന്മാർക്ക് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഞാനീ പറയണത്. പക്ഷെ അതിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഞാൻ ഈ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ആർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ സോറി, ദേഷ്യം വിചാരിക്കരുത്. നന്ദി, നമസ്കാരം.